നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്ലൂമിയായിരിക്കുന്ന അഭിനയെ ശ്രദ്ധിച്ച് താര ചോദിച്ചു, അഭി, എന്താ നിനക്ക്? ഈ കല്യാണാലോചന വന്നതിന് ശേഷം നിനക്ക് എന്തോ ഒരു സന്തോഷക്കുറവുണ്ടല്ലോ. എന്താ കാര്യം? അമ്മയുടെ ചോദ്യത്തിന് മറുപടിയായി തളർന്ന ശബ്ദത്തിൽ അഭിന പറഞ്ഞു, എനിക്ക് ഈ വിവാഹം വേണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ അമ്മേ. അവരുടെ സംസാരം കേട്ടുകൊണ്ടിരുന്ന വിജയരാഘവൻ ഇടപെട്ടു. എന്തുകൊണ്ട് വേണ്ട? നിനക്ക് മറ്റാരോടെങ്കിലും ഇഷ്ടമുണ്ടോ? അച്ഛൻ്റെ ചോദ്യം കേട്ടതും അഭിനയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറഞ്ഞു, അതുകൊണ്ടൊന്നും അല്ല അച്ഛാ, എനിക്ക് നന്നായി പഠിക്കണം. സ്വന്തം കാലിൽ നിൽക്കാൻ പാകത്തിന് ഒരു ജോലി കിട്ടിയതിന് ശേഷം മാത്രം മതി കല്യാണം. എനിക്കിപ്പോൾ വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ല. ഞാൻ എത്ര തവണ പറഞ്ഞു, നിങ്ങളാരും കേൾക്കാൻ തയ്യാറാകുന്നില്ലല്ലോ. അഭിനയുടെ കരച്ചിൽ കണ്ടപ്പോൾ താരയ്ക്ക് വല്ലാതെ സങ്കടം വന്നു. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് അഭിനയെ ചേർത്ത് പിടിച്ചു. മോളെ, ഞങ്ങൾ നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ ചെയ്യുന്നത്. നീ ഒന്ന് മനസ്സിലാക്ക്. എന്നാൽ വിജയരാഘവൻ ഗൗരവത്തോടെ തന്നെ ഇരുന്നു. അദ്ദേഹം ഗ്ലാസ്സിലെ വെള്ളം എടുത്ത് കുടിച്ച് സാവധാനം പറഞ്ഞു, അബി, കരച്ചിൽ നിർത്ത്. ഈ ആലോചന വന്നിരിക്കുന്നത് നല്ലൊരു കുടുംബത്തിൽ നിന്നാ. അവർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. നമുക്കും ആ കുടുംബത്തെ നന്നായി ബോധിച്ചു. പഠനം നിർത്തണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. കല്യാണം കഴിഞ്ഞാലും നിനക്ക് പഠിക്കാം, ജോലിക്കും ശ്രമിക്കാം. അതിനൊന്നും ആരും തടസ്സം പറഞ്ഞിട്ടില്ല. അഭിന തലയുയർത്തി അച്ഛനെ നോക്കി. അവളുടെ കണ്ണുകളിൽ നിസ്സഹായാവസ്ഥ നിറഞ്ഞിരുന്നു. വിജയരാഘവൻ തുടർന്നു, അച്ഛന് നിങ്ങളുടെ കാര്യോർത്ത് നല്ല ആദിയുണ്ട്. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ നിങ്ങൾക്ക് ആരുള്ളത്? അച്ഛൻ്റെ വാക്കുകൾ കേട്ടതും അഭിന ഞെട്ടിപ്പോയി. അവൾ വിറയ്ക്കുന്ന സ്വരത്തിൽ വിളിച്ചു, അച്ഛാ. വിജയരാഘവൻ അല്പനേരം മൗനം പാലിച്ച ശേഷം പറഞ്ഞു, അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ അനിയൻകുട്ടന് തുണയായി നീ മാത്രമേ ഉള്ളൂന്ന് നീ ഓർക്കണം. അനീഷും അവൻ്റെ വീട്ടുകാരും നല്ലവരാ. ഈ കാലത്ത് ഇത്രയും നല്ലൊരു കുടുംബത്തെ കണ്ടെത്തുക എന്നത് വളരെ പ്രയാസാ. നിന്റെ ഭാവി സുരക്ഷിതാക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അച്ഛൻ്റെ വാക്കുകൾ കേട്ടതും അഭിനയുടെ സ്വരം അല്പം കടുത്തു. അവൾ ചോദിച്ചു, അച്ഛൻ വിചാരിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിവാഹമാണെന്നാണോ? എനിക്കാദ്യം വേണ്ടത് ജോലിയാണ് അച്ഛാ. കാഴ്ചയിൽ നല്ലതെന്ന് തോന്നുന്ന പലതും പിന്നീട് എത്രത്തോളം മോശമായിരുന്നെന്ന് തിരിച്ചറിയുമ്പോഴേക്കും ഏറെ വൈകിയിട്ടുണ്ടാവും. അവൾ അച്ഛൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അല്പം കൂടി ഗൗരവത്തിൽ പറഞ്ഞു, അനിയൻകുട്ടന് തുണയായി ഞാൻ എന്നുണ്ടാകും. അതിനെനിക്ക് കല്യാണം കഴിക്കണമെന്നില്ല. എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ പാകത്തിനുള്ളൊരു ജോലി മാത്രമാണ് എനിക്ക് വേണ്ടത്. അത് അച്ഛൻ എന്താ മനസ്സിലാകാത്തത്? അഭിനയുടെ വാക്കുകളിൽ നിഴലിച്ച ദൃഢത വിജയരാഘവനെ അമ്പരപ്പിച്ചു. ഒരു നിമിഷം അദ്ദേഹം നിശബ്ദനായി. പിന്നീട് കസേരയിൽ നിന്ന് സാവധാനം എഴുന്നേറ്റ് ചെന്ന് കൈ കഴുകി വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, നിന്റെ ചിന്താഗതി വളരെ വിചിത്രാണ് അഭി. ഏതൊരു മാതാപിതാക്കളും മക്കൾക്ക് നല്ലൊരു കുടുംബവും സുരക്ഷിതമായ ഭാവിയും വേണമെന്നാ ആഗ്രഹിക്കുക. ഇനി ഇതിനെക്കുറിച്ച് ഒരു ചർച്ചയുടെ ആവശ്യമില്ല. ഈ ആലോചനയുമായി മുന്നോട്ട് പോകാൻ തന്നെയാ ഞങ്ങളുടെ തീരുമാനം. വിവാഹ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അധികം വൈകാതെ വിവാഹവും നടത്തും. അത്രയും പറഞ്ഞിട്ട് വിജയരാഘവൻ പുറത്തേക്ക് നടന്നു. നനഞ്ഞ കണ്ണുകളുമായി അഭിന അവിടെ തന്നെ ഇരുന്നു. താര പതിയെ അഭിനയുടെ അരികിലെത്തി അവളുടെ തോളിൽ തൊട്ടു. മോളെ, അച്ഛൻ ഒരുപാട് സ്നേഹമുള്ളതുകൊണ്ടാ ഇതൊക്കെ പറയുന്നത്. നീ എന്തിനാ ഇത്ര വാശി പിടിക്കുന്നത്? അഭിന ദേഷ്യത്തോടെ താരയുടെ കൈ തട്ടിമാറ്റി അവിടുന്ന് എഴുന്നേറ്റ് പോയി. ഒന്നും മനസ്സിലാകാതെ താര ഒരു നിമിഷം പകച്ചു നിന്നുപോയി. ക്ലാസ്സിലേക്ക് വന്ന വൈശാഖിനെ കണ്ട് അഭിനയ്ക്ക് അന്ന് ഒട്ടും പേടി തോന്നിയില്ല. പകരം കത്തിയെരിയുന്ന ഒരു ദേഷ്യമാണ് അവളുടെ കണ്ണുകളിൽ പ്രകടമായത്. ക്ലാസ് കഴിഞ്ഞു പോകാൻ നേരം അവൾ പതുക്കെ അവനടുത്തേക്ക് നടന്നു. ഒരു പതർച്ചയുമില്ലാതെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ ആ ഭാവം കണ്ട് അവൻ ഒന്ന് പതറിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ, എന്താ? അവൻ ചോദിച്ചു. എനിക്ക് സംസാരിക്കണം. ഒട്ടും പേടിയില്ലാതെ തന്നെ അവൾ പറഞ്ഞു. ഇത് ക്ലാസ് റൂമാണ്. ഇവിടെ വെച്ച് സീനുണ്ടാക്കണ്ട. ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി. അവൾ തിരികെ ബെഞ്ചിൽ വന്നിരുന്നപ്പോൾ കൂട്ടുകാർ ചോദിച്ചു, നീ എന്താ സാറിനോട് പറഞ്ഞത്? ഒരു സംശയം ചോദിച്ചതാ, അഭിന പറഞ്ഞു. അല്പസമയത്തിന് ശേഷം അഭിനയുടെ ഫോണിലേക്ക് വൈശാഖിൻ്റെ ഒരു മെസ്സേജ് വന്നു. അവൾ അത് തുറന്നു വായിച്ചു. പുറത്തു വച്ച് കാണാതിരിക്കുന്നതാണ് നല്ലത്. കല്യാണം ഉറപ്പിച്ച പെണ്ണല്ലേ. ആരെങ്കിലും കണ്ട നിന്റെ കല്യാണം ചിലപ്പോൾ മുടങ്ങിയാലോ? അപ്പോൾ എൻ്റെ ലക്ഷ്യം പൂർത്തിയാകില്ല. ഞാൻ രാത്രി വിളിക്കാം. അന്ന് രാത്രി വൈശാഖിൻ്റെ കോളും പ്രതീക്ഷിച്ച് അഭിനയിരുന്നു.
ഫോൺ ശബ്ദിച്ചതും ഒരു നിമിഷം പോലും വൈകിപ്പിക്കാതെ അത് അറ്റൻഡ് ചെയ്തു. അപ്പുറത്ത് നിന്ന് വൈശാഖിൻ്റെ ഭീഷണികൾ തുടങ്ങും മുൻപേ അവൾ ദേഷ്യത്തോടെ സംസാരിച്ചു തുടങ്ങി. ഇനി നിങ്ങളുടെ ഭീഷണി ഞാൻ ഭയക്കില്ല. ഒരാളെ ചതിച്ചുകൊണ്ട് അയാളുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലാൻ എനിക്ക് കഴിയില്ല. അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും അനിയൻകുട്ടനും എനിക്ക് പ്രധാനമാണ്. എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് നിങ്ങളെ ജയിക്കാൻ ഞാൻ വിടില്ല. നിങ്ങളെ വിശ്വസിച്ചതിനും സ്നേഹിച്ചതിനും ഞാൻ എനിക്ക് നൽകുന്ന ശിക്ഷ മരണമാണ്. നാളെ നേരം വെളുക്കുന്നത് നിങ്ങളുടെ ചതി പുറം ലോകം അറിഞ്ഞുകൊണ്ടായിരിക്കും. അഭിന പറഞ്ഞു പൂർത്തിയാക്കുമ്പോഴേക്കും വൈശാഖ് ഇടയിൽ കയറി പറഞ്ഞു. വലിയ ആവേശം കാണിക്കാൻ വരട്ടെ. ചത്തുകഴിഞ്ഞാൽ മാനം പോയാലും നിനക്ക് കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? നിന്റെ അച്ഛനും അമ്മയും ഉറങ്ങിയോ? നിന്റെ അച്ഛൻ്റെ ഫോണിലേക്ക് ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. വേഗം ചെന്ന് ഫോണെടുത്ത് നോക്ക്. വൈശാഖിൻ്റെ വാക്കുകൾ കേട്ടതും അഭിനയുടെ നെഞ്ചു പിടഞ്ഞു. അവൾ വേഗം ഫോൺ ബെഡിലേക്ക് എറിഞ്ഞ് പരിഭ്രമത്തോടെ അച്ഛൻ്റെയും അമ്മയുടെയും മുറിയിലേക്ക് ഓടി. വാതിക്കൽ ശക്തിയായി മുട്ടിയപ്പോൾ താര വന്ന് വാതിൽ തുറന്നു. മകളുടെ അസ്വാഭാവികമായ പെരുമാറ്റം കണ്ട് ഞെട്ടിയ അവർ പരിഭ്രമിച്ചു. അഭിന വേഗത്തിൽ അച്ഛൻ്റെ തലക്കിൽ വെച്ചിരുന്ന ഫോൺ എടുത്തു. അഭിനയുടെ പരവേശവും വിയർത്തൊളിച്ച മുഖവും കണ്ട് ഞെട്ടിപ്പോയ വിജയരാഘവൻ ചോദിച്ചു. അബി, എന്താ നിനക്ക് പറ്റിയത്? നീ എന്തങ്ങനെ വല്ലാതിരിക്കുന്നത്? എന്താ കാര്യം? നെറ്റിയിലും കഴുത്തിലും തൊട്ടു നോക്കിക്കൊണ്ട് താര ചോദിച്ചു. പനിക്കുന്നുണ്ടോ നിനക്ക്? ഇല്ലമ്മേ, അഭിന പറഞ്ഞു. അഭിന ശക്തിയായി വാതിലിൽ മുട്ടിയ ശബ്ദം കേട്ട് അനിയൻകുട്ടൻ എഴുന്നേറ്റിരുന്ന് കരയാൻ തുടങ്ങി. ഒന്നുമില്ലച്ചാ, അനിയേട്ടൻ വിളിച്ചിരുന്നു. എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്ന് അത് സ്വിച്ച് ഓഫ് ആയിപ്പോയി. തിരിച്ചു വിളിക്കാൻ അച്ഛൻ്റെ ഫോൺ എടുക്കാൻ വന്നതാ. ഓടി വന്നതുകൊണ്ട് വിയർത്തതാ. അഭിന വിയർപ്പ് തുടച്ചുകൊണ്ട് കള്ളം പറഞ്ഞു. അവളുടെ പതർച്ച മറയ്ക്കാനായി അവൾ വേഗത്തിൽ തുടർന്നു. ഞാൻ ഈ ഫോൺ കുറച്ചു നേരത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിക്കോട്ടെ അച്ഛാ. ശരി, കൊണ്ടുപോയിക്കോ, വിജയരാഘവൻ പറഞ്ഞു. അവൾ അതുമായി വേഗം അവളുടെ റൂമിലേക്ക് പോന്നു. ആ ഫോണിൽ വാട്സപ്പ് എടുത്തു നോക്കി. വീഡിയോ അയച്ചിരിക്കുന്നത് അവളുടെ തന്നെ നമ്പറിൽ നിന്നായിരുന്നു. അത് കണ്ട് അവൾ ഒന്ന് ഞെട്ടി. ആ സമയത്ത് വീണ്ടും അഭിനയുടെ ഫോണിലേക്ക് വൈശാഖിൻ്റെ കോൾ വന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവൾ അത് അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. എന്താ അഭിന, അച്ഛൻ്റെ ഫോൺ നോക്കിയോ? വീഡിയോ കണ്ടില്ലേ? നിന്റെ സ്വന്തം വാട്സപ്പ് നമ്പറിൽ നിന്ന് തന്നെയാ ആ വീഡിയോ പോയത്. കഷ്ടം. ഇനി എന്താ പരിപാടി? തീരുമാനം മാറ്റുന്നുണ്ടോ അതോ ആ വീഡിയോ അനീഷ് രാജിൻ്റെ ഫോണിലേക്ക് കൂടി അയക്കണോ? കോളേജ് ഗ്രൂപ്പിൽ കൂടെ ഇട്ടേക്കാം. വേണ്ട പ്ലീസ്, അഭിന കരഞ്ഞുകൊണ്ട് യാചിച്ചു. വൈശാഖ് ക്രൂരമായി ചിരിച്ചു. എങ്കിൽ എൻ്റെ പ്ലാനുകൾ പൊളിക്കാൻ നോക്കാതെ അനുസരിക്കുന്നതാ നിനക്ക് നല്ലത്. എൻ്റെ കളികൾ വെൽ പ്ലാൻഡാ. നീ ഇവിടെ വന്ന അന്ന് തന്നെ ഞാൻ നിൻ്റെ വാട്സപ്പ് എൻ്റെ കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്തിരുന്നു. എപ്പോഴെങ്കിലും വീഡിയോ അയക്കേണ്ടി വന്നാൽ അത് നിൻ്റെ നമ്പറിൽ നിന്ന് തന്നെ പോകണമെന്ന് അന്നേ ഞാൻ തീരുമാനിച്ചിരുന്നു. നീ തന്നെ നിൻ്റെ വീഡിയോ എല്ലാവർക്കും അയച്ചതിന് ശേഷമാണ് നീ ചത്തതെന്ന് എല്ലാവരും കരുതിക്കോളും. അത് വേണോ? വൈശാഖ് ചോദിച്ചു. വേണ്ട പ്ലീസ്, ഞാൻ അനുസരിച്ചോളാം. വീഡിയോ ആർക്കും അയക്കരുത് പ്ലീസ്, അഭിന യാചിച്ചു. ആഹാ, അപ്പം നല്ല കുട്ടിയായോ? വൈശാഖ് ചോദിച്ചു. പ്ലീസ്, ഉപദ്രവിക്കരുത്, അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ അമ്മയും അച്ഛനും കാരണം നഷ്ടപ്പെട്ട നിങ്ങളുടെ അച്ഛനും അമ്മയും തിരിച്ചു തരാൻ എനിക്ക് കഴിയില്ല. എൻ്റെ മരണം എൻ്റെ അച്ഛനും അമ്മയ്ക്കും താങ്ങാവുന്നതിലും അപ്പുറമാണ്. എൻ്റെ ജീവൻ കൊണ്ട് നിങ്ങൾ എൻ്റെ അച്ഛനോടും അമ്മയോടും പകരം വീട്ടിക്കോളൂ. മരിക്കാൻ ഞാൻ തയ്യാറാ, അഭിന കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ എന്നെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. നീ മരിക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. നീ ജീവിച്ചിരിക്കണമെന്ന് തന്നെയാ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് വൈശാഖ് കോൾ കട്ട് ചെയ്തു. എന്നിട്ട് ക്രൂരമായി മനസ്സിൽ ചിന്തിച്ചു. നീ മരിച്ചതുകൊണ്ട് എനിക്കൊരു സന്തോഷം കിട്ടാൻ പോകുന്നില്ല. നീ അനുഭവിക്കുന്ന ഓരോ നിമിഷത്തെ ഭയവും നിന്റെ സൽപ്പേരിന് കളങ്കം വരുമ്പോൾ നീ അനുഭവിക്കുന്ന വേദനയുമാണ് എൻ്റെ വിജയം. നിന്റെ അച്ഛനും അമ്മയും നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ അവർക്ക് നിന്നെക്കൊണ്ട് നാണക്കേടും ഉണ്ടാകണം. അതാ എൻ്റെ ലക്ഷ്യം. നീ അനുഭവിച്ച് വളർന്നതുപോലെ അച്ഛനമ്മമാരുടെ സ്നേഹവാത്സല്യങ്ങൾ എനിക്കും എൻ്റെ അനിയത്തിക്കും ലഭിച്ചിട്ടില്ല. അതിന് കാരണം നിന്റെ അച്ഛനും അമ്മയുമാണ്. സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയ മകൾ നാടിന് മുന്നിൽ തല കുനിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ നിന്റെ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന ആ മാനക്കേടുണ്ടല്ലോ, അത് കണ്ട് ആഹ്ലാദിക്കാനാ എനിക്കിഷ്ടം. നിന്റെ സൽപ്പേരിന് കളങ്കം വരുത്തി അവരുടെ നെഞ്ചത്ത് കുത്തുന്നതാ എൻ്റെ ഏറ്റവും വലിയ വിജയം.